ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോമാണ് മദർ ടു സൺ. അപ്പോൾ ആ ഒരു പോമിൻ്റെ അപ്രിസിയേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ SSLC എക്സാമിനേഷനിൽ അല്പം കൂടി വെയിറ്റേജ് ഉള്ള ഒരു പോം തന്നെയാണ് മദർ ടു സൺ. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പോം കൂടിയാണ് മദർ ടു സൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ അപ്രിസിയേഷൻ നോക്കാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാവരും എന്ത് പഠിച്ചിരിക്കും? ഏതൊരു പോം ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് നമ്മൾ പഠിക്കാത്ത ഒരു പോമായിരിക്കും ചിലപ്പം തരിക ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പോം. അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ നിങ്ങളെ അതിനു വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ഞാൻ സജ്ജമാക്കിയിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടി തരികയാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഏത് പോമോ ആയിക്കോട്ടെ, മദർ ടു സൺ എന്ന് പറയുന്ന പോമിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഒരു ജനറൽ ഒരു പോം നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിൻ്റെ അപ്രിസിയേഷൻ എങ്ങനെയാണ് മക്കളെ നിങ്ങൾ എഴുതുക? അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ 3 പാരഗ്രാഫുകൾ ഉണ്ടായിരിക്കണം. ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് വേണം? ആദ്യത്തെ പാരഗ്രാഫിൽ ആ ഒരു പോമിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അതായത് ആ പോം എന്താണ് പറയുന്നത്, അതിൻ്റെ തീം എന്താണ്, പോമിൻ്റെ പേരെന്താണ് നോക്കുക. ഓക്കെ, പോമിൻ്റെ പേരുണ്ടായിരിക്കണം, ആരാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് വേണം, ആ ഒരു പോമിൽ പറയുന്ന തീം എന്താണെന്ന് വേണം, പിന്നെ ആ പോമിനെ പറ്റിയിട്ട് ഒരു 2-3 സെൻറ്റൻസ് എഴുതുക. ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് എന്ത് വരുന്നത്? ആ ഒരു പോമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വരുന്നത്. ചിലപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പം ഒരു 4 വരികൾ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഏതിൻ്റെയാണോ അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ മീനിങ് വേണം രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങളോട് ചിലപ്പം ആ ഒരു മുഴുവൻ പോമിൻ്റെയും അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പം ചോദിക്കില്ല. ചിലപ്പം ഒരു 4 വരികൾ തന്നിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ ആയിരിക്കും ചോദിക്കുക. എന്ത് തന്നെയായാലും അതിലൊക്കെ എങ്ങനെയാണ് വ്യത്യാസം വരിക? ഈ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിൽ മാത്രമാണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം പ്രതിഫലിക്കുക. കാരണം രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതുന്നുള്ളൂ? ഈ ഒരു പോമിൻ്റെ മീനിങ് എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പം 4 വരീൻ്റെ മീനിങ് ആണ്, അപ്രിസിയേഷൻ ആണ് ചോദിച്ചെങ്കിൽ ആ 4 വരീൻ്റെ മീനിങ് എഴുതുക. എന്നിട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എഴുതുക. ഇപ്പം ഈ ഒരു പോമിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു മീനിങ് ഞാൻ ചുരുക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമുക്ക് എഴുതാം. നിങ്ങൾക്ക് ആ ഒരു പോമിൻ്റെ മീനിങ് രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിമനോഹരമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ ആണല്ലോ? പിന്നെ വരുന്നതാണ് മൂന്നാമത്തെ പാരഗ്രാഫ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താണുള്ളത്? മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പോയറ്റിക് ഡിവൈസസ് അങ്ങനെ ഉള്ള ഒരുപാട് ഈ ഒരു പോമിന് പ്രത്യേകതകൾ ഉണ്ടാവും അല്ലേ? അതിൻ്റെ ലാംഗ്വേജിലും അതേപോലെ തന്നെ അതിൽ ഒരുപാട് ഇമേജസ് ഉപയോഗിച്ചിട്ടുണ്ടാവും, അതിലൊരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പാരഗ്രാഫാണ് മൂന്നാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം വെറും ഈ 3 പാരഗ്രാഫ് എഴുതിയാൽ അപ്രിസിയേഷനിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതൊരു പോം ചോദിച്ചാലും അപ്രിസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പാരഗ്രാഫിൽ ആ പോമിൻ്റെ പേരുണ്ടായിരിക്കണം, പിന്നെ ആരാണ് അത് എഴുതിയതെന്നുണ്ടായിരിക്കണം, പിന്നെ ആ പോമിൻ്റെ തീം എന്താണെന്നുണ്ടായിരിക്കണം, പിന്നെ ആ പോമിനെ പറ്റിയിട്ട് ഒരു 2 സെൻറ്റൻസ് എഴുതാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നല്ലത്. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണ് വേണ്ടത്? രണ്ടാമത്തെ പാരഗ്രാഫിൽ ആ ഒരു പോമിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മീനിങ്. ഓക്കെ, ആ പോം എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം, എല്ലാവരും ഇത് സ്വീകരിക്കണമെന്നില്ല. ഈ ഒരു പോം നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റാത്ത കുട്ടികളാണ്, നിങ്ങൾ അപ്രിസിയേഷൻ വന്നാൽ സ്കിപ്പ് ചെയ്യാമെന്ന് കരുതി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളോടിപ്പം മീനിങ് അപ്രിസിയേഷൻ ചോദിച്ചാൽ ഏത് ലൈനാണോ നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ആ ലൈനിൻ്റെ മീനിങ്ങില്ലേ നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതി വെക്കുക. എങ്ങനെ? ഈ ഇപ്പം ഒരു ലൈന് തരികയാണെങ്കിൽ അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് ചാപ്റ്റർ അറിയായിരിക്കുമല്ലോ. അപ്പം ആ ഒരു ലൈൻ വായിച്ചു നോക്കുക, എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് മനസ്സിലായത് അതിങ്ങനെ എഴുതി വെക്കുക. ഈ ആദ്യത്തെ ലൈൻ ഇങ്ങനെ പറയുന്നു, രണ്ടാമത്തെ ലൈനിൽ നമുക്ക് ഈ പോയം ഇങ്ങനെ സംസാരിക്കുന്നു, ഈ പോയത്തിൽ ഇന്നിന്ന കാര്യങ്ങൾ പറയുന്നു, ഈ പോയം എന്താണ് നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. ഇവിടെ ഇപ്പം മദറാണ് ഈ ഒരു പോമിൽ സംസാരിക്കുന്നത്. അപ്പം പറയാം ഇൻ ദിസ് പോം മദർ സേസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുക. മദർ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരുന്നുണ്ട്. ആദ്യത്തെ ലൈനിൽ ഇങ്ങനത്തെ ഉപദേശം തരുന്നുണ്ട്, രണ്ടാമത്തെ ലൈനിൽ ഇതാണ് പറയുന്നത്, മൂന്നാമത്തെ ലൈനിൽ ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ലൈൻ ബൈ ലൈനായിട്ട് നിങ്ങൾക്ക് എഴുതാം. അതൊന്നും കിട്ടാത്ത കുട്ടികൾക്ക് ഓക്കെ ആണല്ലോ? അതായത് നിങ്ങൾ അപ്രിസിയേഷൻ ചോദ്യം വന്നാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്. ആദ്യത്തെ പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ, ആ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം? ആ പോമിൻ്റെ പേരുണ്ടാവണം, ആരാണ് എഴുതിയതെന്നുണ്ടാവണം, തീം ഉണ്ടാവണം. ഇത് എഴുതാൻ നിങ്ങൾക്ക് പറ്റില്ലേ? പറ്റും. അതിനെന്താ അറിയേണ്ടത്? സിമ്പിളാണ്.
രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വാക്കുകളൊന്നും പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണെങ്കിൽ അതിന് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്താ, നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ചിലപ്പം ആ ഒരു ലൈനുകൾ തരും. ഓക്കെ, അപ്പം അതിന്റെ അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോം അറിയാമല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ മീനിങ് എഴുതി വെക്കുക. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഈ പോമിൽ എന്തൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് ഉള്ളത് എന്ന് കൃത്യമായി എഴുതി വെക്കുക. ആ മൂന്നാമത്തെ പാരഗ്രാഫ് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുക. കാരണം അത് ആ ഒരു സ്റ്റൈലിൽ ഇന്ന ഇമേജസ് ഉണ്ട്, ഇന്ന കാര്യങ്ങളാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മദർ ടു സൺ എന്ന് പറയുന്ന പോമിന്റെ അപ്രിസിയേഷനിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾക്ക് ഏതൊരു പോം ചോദിച്ചാലും അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടി മനസ്സിലായല്ലോ, അത് മതി. ഓക്കെ, ആരും ആ ചോദ്യം സ്കിപ്പ് ചെയ്യരുത്. സോ മദർ ടു സൺ എന്ന് പറയുന്ന അപ്രിസിയേഷൻ. The poem Mother to Son by Langston Hughes is a moving and inspirational monologue where a mother shares her life experiences with her son. എന്തോ ഒരു പാട് എവിടെയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? സിമ്പിളാക്കി തരാം. അതായത് ദ പോം മദർ ടു സൺ, മദർ ടു സൺ എന്ന് കൊടുക്കുമ്പോൾ നോക്കുക, അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾ മേലെ 2 കോമ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഏതൊരു അപ്രിസിയേഷനിലും ഏത് പോമാണ് നിങ്ങൾ എഴുതുന്നത് അതിൻ്റെ എന്ത് ചെയ്യുക, ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. സാധാ പോലെ തന്നെ എഴുതുക, എന്നിട്ട് 2 കോമ ഇട്ട് കൊടുത്താൽ മതി മുകളിൽ. പിന്നെ അപ്രിസിയേഷൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആൻസർ ഷീറ്റിൽ നിങ്ങൾ ഹെഡിങ് എഴുതണം, ആ ഒരു പോമിന്റെ പേര്, എന്നിട്ട് അപ്രിസിയേഷൻ എന്ന് ഹെഡിങ് നിർബന്ധമായിട്ട് എഴുതണം. അതിന് താഴെ മാത്രമേ എന്ത് എഴുതാൻ വേണ്ടി പാടുള്ളൂ, അപ്രിസിയേഷൻ എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എക്സാമിന് പറയുന്ന കാര്യമാണ്, അതിന് മാർക്കുണ്ട്, ഹെഡിങ്ങിന് മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്യണം, ഹെഡിങ് എഴുതിയിരിക്കണം. എന്ത്, മദർ ടു സൺ. ഇപ്പോൾ ഏത് പോമാണോ നിങ്ങളോട് അപ്രിസിയേഷൻ ചോദിച്ചിരിക്കുന്നത് അത് എഴുതുക, ആ പോമിന്റെ പേര് എഴുതുക, എന്നിട്ടാകുമ്പോൾ അപ്രിസിയേഷൻ എഴുതുക, എന്നിട്ട് ഹെഡിങ് ഒരു അണ്ടർലൈൻ ഇടുക, എന്നിട്ടാകുമ്പോൾ അതിന് താഴെയാണ് നിങ്ങൾ അപ്രിസിയേഷൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് എഴുതി തുടങ്ങേണ്ടത്. ആദ്യത്തെ പാരഗ്രാഫ് ലൈനിൽ കുറച്ച് വിട്ടിട്ട് ഇതുപോലെയായിട്ട് അല്പം ഒന്ന് മാർജിന് കുറച്ചൊരു സ്പേസ് വിട്ടിട്ടാകുമ്പോൾ ഇതുപോലെ ഒരു കുറച്ച് സ്പേസ് വിട്ടിട്ടാകുമ്പോൾ എഴുതി തുടങ്ങുക. ഓക്കെ ആണല്ലോ. അപ്പം എങ്ങനെയാണ് എഴുതിയത്? ദ പോം മദർ ടു സൺ ബൈ, കണ്ടോ, ആ പോമിന്റെ പേര് പറഞ്ഞു, എന്നിട്ട് അത് ആരാണ് എഴുതിയത് എന്ന് പറയാണ്. ലാങ്സ്റ്റൺ ഹ്യൂജസ് ഈസ് എ മൂവിങ് ആൻഡ് ഇൻസ്പിറേഷണൽ മോണോലോഗ്. എന്താ ഈ മോണോലോഗ് എന്ന് പറഞ്ഞാൽ? മദർ ടു സൺ എന്ന് പറയുന്ന പോം എങ്ങനെയുള്ള പോമാണ്? അമ്മ തൻ്റെ മകനോട് പറയുന്നതാണ്. അവിടെ ആ ഒരു പോമിൽ അമ്മ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മോണോലോഗ് എന്ന് പറയുന്നത്. എന്താ മോണോലോഗിന്റെ ഒരു അർത്ഥം എന്താണ്? അതായത് ഒരാൾ മാത്രമാണ് സംസാരിക്കുന്നത്. ഇനി 2 ആൾ സംസാരിക്കുന്നതാണെങ്കിലോ ഡയലോഗ് എന്ന് പറയും. മനസ്സിലായോ? ഇപ്പൊ അമ്മയും മോനും ഞാൻ നിങ്ങളോട് പറയാണ്, ഇതിപ്പം ഞാൻ സംസാരിക്കുന്ന ഒരു മോണോലോഗാണ് അല്ലെ, ഞാനിത് സ്വയം നിങ്ങളോടായിട്ട് ഞാൻ പറയാണ്, ഇവിടെ ഞാനേ സംസാരിക്കുന്നുള്ളൂ, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല. മനസ്സിലായില്ലേ? അതേപോലെ മകൻ കേട്ടിരിക്കുകയാണ്, അമ്മ മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് മോണോലോഗാണ്. ഈ വാക്ക് പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താ? കാരണം നിങ്ങൾക്ക് ഡയലോഗ് അറിയാലോ. ഡയലോഗ് എന്ന് വെച്ചാൽ 2 ആൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് എന്തായിരിക്കും? മോണോലോഗ്. അപ്പോൾ ഈ ഒരു പോം എന്താണ്? മോണോലോഗാണ്. മനസ്സിലായല്ലോ. പിന്നെ എഴുതിയ വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എല്ലാ ചാപ്റ്റേഴ്സും, ഇംഗ്ലീഷിന്റെ പ്രത്യേകതയാണ്, എല്ലാ ചാപ്റ്റേഴ്സിന്റെയും പേരും അതേപോലെ തന്നെ അത് ആരാണ് എഴുതിയിരിക്കുന്നത് ഇത് നിർബന്ധമായിട്ട് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, സോ ഈസ് എ മൂവിങ് ആൻഡ് ഇൻസ്പിറേഷണൽ മോണോലോഗ് വേർ എ മദർ ഷെയർസ് ഹെർ ലൈഫ് എക്സ്പീരിയൻസസ് വിത്ത് ഹെർ സൺ. കണ്ടോ, ഇതെന്ന് പറയുന്നത് വളരെയധികം ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു അമ്മ തൻ്റെ മകനോട് തൻ്റെ എക്സ്പീരിയൻസസ്, ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു മോണോലോഗാണ്. മോണോലോഗ് രീതിയിലാണ് ഇത് വരുന്നത്. The poem portrays the struggles of an African American mother and her determination to rise above life's hardships. ഇവിടെ അമ്മ എന്ന് പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ മദറാണ് അല്ലേ, അവിടെ നിൽക്കുന്ന ആ ഒരു റേഞ്ചിലുള്ള അമ്മയാണ്. അപ്പം അവർ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പോമാണ് എന്തെന്ന് പറയുന്നത്, മദർ ടു സൺ എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ ആരാണ് എഴുതിയിരിക്കുന്നത്, ആ പോമിന്റെ പേര്, അതോടൊപ്പം തന്നെ പോമിന്റെ തീം, ആ പോമിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് പാരഗ്രാഫിൽ, ത്രൂ ഹെർ വേർഡ്സ് ഷീ എൻകറേജസ് ഹെർ സൺ ടു പ്രിസർവ് നോ മാറ്റർ ഹൗ ടഫ് ലൈഫ് മേ ഗെറ്റ്. ആ ഒരു അമ്മ തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ മകനെ എന്ത് ചെയ്യാണ്, പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ജീവിതം എത്രത്തോളം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും, എങ്ങനെയാണ് ജീവിതം വഴിമാറിപ്പോകുന്നത്, അല്ലെങ്കിൽ ആ ജീവിതത്തിൽ എങ്ങനെ നീ വിജയിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ ഈ അമ്മ തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ മകനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി 2ാമത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം.
നോക്കുക, രണ്ടാമത്തെ പാരഗ്രാഫും അല്പം മാർജിനിലോട് വിട്ടിട്ടാണ് ആദ്യത്തെ ലൈന് എഴുതി തുടങ്ങിയിരിക്കുന്നത്. ഇൻ ദിസ് പോം, ഇവിടെ നമ്മൾ മീനിങ് ആണ് പറയാ, ആ പോമിന്റെ മീനിങ്, ഓരോ ലൈനിന്റെ മീനിങ്, അല്ലെങ്കിൽ ആ ഒരു പോമിന്റെ മുഴുവനായിട്ടുള്ള മീനിങ്. ഇൻ ദിസ് പോം ദ മദർ ഷെയർസ് ഹെർ ലൈഫ് എക്സ്പീരിയൻസസ് കമ്പയറിംഗ് ഹെർ ജേർണി ടു ക്ലൈംബിംഗ് എ സ്റ്റെയർ കേസ്. നോക്കുക, ആ പോമിന്റെ കൃത്യമായിട്ടുള്ള ആശയമാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഈ ഒരു പോമില് അമ്മ എങ്ങനെയാണ് തൻ്റെ എക്സ്പീരിയൻസസ് പറയുന്നത്? അമ്മ തൻ്റെ എക്സ്പീരിയൻസസ് ഒരു സ്റ്റെയർ കേസ് കയറുന്നതിനോട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതായത് തൻ്റെ ജീവിതത്തെ ഒരു സ്റ്റെയർ കേസ് കയറുന്നതിനോട് അമ്മ എന്ത് ചെയ്തിരിക്കുകയാണ്? കമ്പയർ ചെയ്തിരിക്കുകയാണ്. However, this staircase is not a beautiful, polished or easy path like a crystal stair. എന്ത് തന്നെയായാലും ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഒരിക്കലും അതിസുന്ദരമായിട്ടുള്ള, പോളിഷ്ഡ് ആയിട്ടുള്ള, നല്ല തൂമന്തമുള്ള വഴികളായിരുന്നില്ല, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ ആയിരുന്നില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ചാലഞ്ചസ് symbolized by tags, splinters and boards torn up, representing the hardships, pain and obstacles she has faced in her life. നോക്കുക, ഇവിടെ പകരം എങ്ങനെയുള്ള ഒരു സ്റ്റെയർ കേസ് ആയിരുന്നു അത്? ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള, ഒരുപാട് മുള്ളുകളും കല്ലുകളും എല്ലാം ഉള്ള, ഒരു വേദന അനുഭവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് തൻ്റേത് എന്ന് പറയുന്നതിന് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. അതായത് തൻ്റെ ആ ഒരു സ്റ്റെയർ കേസ്, ജീവിതമാകുന്ന ആ ഒരു സ്റ്റെയർ കേസ് കയറുന്നത് എങ്ങനെയായിരുന്നു? ഒരിക്കലും ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല, സ്വർഗമായിരുന്നില്ല. അവിടെ കല്ലുകൾ ഉണ്ടായിരുന്നു, വേദനകൾ ഉണ്ടായിരുന്നു, ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ടാക്സ്, സ്പ്ലിൻഡേഴ്സ്, ബോർഡ്സ് ടോൺ അപ്പ് എന്നൊക്കെയുള്ളത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. ഹാർഡ്ഷിപ്പ്, പെയിൻ ആൻഡ് ഒബ്സ്റ്റക്കിൾസ്, അതായത് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനയൊക്കെയാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഷീ ഹാസ് ഫേസ്ഡ് ഇൻ ഹെർ ലൈഫ്. The mother speaks about climbing in the dark, symbolizing moments of uncertainty and fear. എന്താണ്? The mother speaks about climbing in the dark, symbolizing moments of uncertainty and fear. നമ്മുടെ പോമിൽ പറയുന്നുണ്ട് അമ്മ ഇരുട്ടിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ ആ ഒരു ഏണി കയറുമ്പോൾ, ആ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും വഴികാട്ടിത്തരാൻ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടായി എന്ന് വരില്ല, എപ്പോഴും വെളിച്ചം മാത്രമായിരിക്കുമെന്ന് വരില്ല. അവിടെ ഇരുട്ടുകൾ ഉണ്ടാകാം, അവിടെ എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ ഭയപ്പെട്ടു നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ബട്ട് ഷീ നെവർ സ്റ്റോപ്സ്. എന്നാൽ നിന്റെ അമ്മ ഒരിക്കലും അവിടെ ഭയന്ന് നിന്ന് മുന്നോട്ട് പോകാതിരുന്നിട്ടില്ല എന്ന് അമ്മ പറയാണ്. ഷീ കണ്ടിന്യൂസ് ടു മൂവ് ഫോർവേഡ്. ആ ഒരു അമ്മ എപ്പോഴും മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അവിടെ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോയി. ഇതുപോലെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ചിലപ്പോഴും എങ്ങോട്ട് പോകണമെന്ന് മുന്നിലേക്കുള്ള വഴി അസ്തമിച്ചതായിട്ട് തോന്നാം. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് സഞ്ചരിച്ചേ പറ്റുകയുള്ളൂ. ഒരിക്കലും പിന്മാറരുത്. Despite the difficulties, showing her resilience and strong will. ഇതൊക്കെ അമ്മയുടെ കാണിക്കുന്നത്? തൻ്റെ ദൃഢനിശ്ചയവും അതേപോലെ തന്നെ മുന്നോട്ടേക്ക് തനിക്ക് വിജയിക്കണം എന്നുള്ള ഒരു ധൈര്യമൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. Through her words, the mother advises her son not to give up when life gets hard. അപ്പം അമ്മ തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, പ്രചോദിപ്പിക്കുകയാണ്. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും പിന്നോട്ട് പോകരുത്. എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നീ മുന്നോട്ടേക്ക് പോവുക തന്നെ വേണം എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. She encourages him to keep striving just as she has done. അമ്മ പറയാണ്, നീ എന്നെ ഉദാഹരണമായിട്ട് എടുക്കൂ. ഞാൻ ഏത് ബുദ്ധിമുട്ടിലും എപ്പോഴും മുന്നോട്ടേക്ക് പോകാനുള്ള ആർജവം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കണം നീയും. The underlying message is that life is not easy, but with determination, patience and courage, one can overcome challenges and keep moving forward. എൻ്റെ അമ്മ പറയാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പഠിക്കാനും ജീവിതത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു ആഫ്രോ അമേരിക്കൻ വനിതയാണ് നമ്മുടെ അമ്മ എന്ന് പറയുന്നത്. പക്ഷേ അമ്മ ഒരിക്കലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ട് ഒന്നുമില്ല. എപ്പോഴും എന്ത് തടസ്സങ്ങൾ വന്നാലും മുന്നോട്ടേക്ക് പോകാനുള്ള ആർജവം, ഡിറ്റർമിനേഷൻ, അതേപോലെ തന്നെ ഒരു കറേജ് എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മ കാണിച്ചിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ ആയിരിക്കണം നീയും എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ഞാൻ പ്രതിരോധിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരു മോട്ടിവേഷൻ അമ്മ തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. This touching advice reflects a universal theme of hope, perseverance and enduring strength of a mother's love and wisdom. അപ്പം വിസ്ഡം എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഒരു അഡ്വൈസ് എന്താണ് പ്രതിപാദിക്കുന്നത്? അമ്മയുടെ സ്നേഹവും തൻ്റെ മകൻ വിജയിക്കണമെന്നുള്ള ആത്മവിശ്വാസവും, അതേപോലെ തന്നെ ഒരു അമ്മ മകന് നൽകാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? എപ്പോഴും നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരിക്കണം. ഒരിക്കലും മുന്നോട്ടേക്കുള്ള വഴി ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നിനക്ക് വേണ്ടി തുറക്കപ്പെടും എന്ന് അമ്മ പറയാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഈ ഒരു പോമിന്റെ ആശയ മീനിങ് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു മീനിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പൊ ചോദ്യത്തിൽ ഏതാണോ ലൈൻസ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു ജനറൽ പോയം ആയാലും അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പോമിന്റെ മീനിങ് ആയിരിക്കണം രണ്ടാമത്തെ പാരഗ്രാഫിൽ വേണ്ടുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? ദെൻ മൂന്നാമത്തെ പാരഗ്രാഫ്. ഇൻ ദിസ് പോം ദർ ആർ സോ മെനി പോയറ്റിക് ഡിവൈസസ്. നോക്കുക, മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ ഒരു പോമിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. The central metaphor of the poem is the staircase, symbolizing life's journey filled with struggles and obstacles. എന്താ ഈ മെറ്റഫർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെറ്റഫർ, സിമിലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇങ്ങനെയുള്ള പോയറ്റിക് ഡിവൈസസിനെ പറ്റി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിനെ കമ്പയർ ചെയ്യുന്നതാണ്. അതായത് ഇവിടെ ഇപ്പം സ്റ്റെയർ കേസിനെ ജീവിതത്തോട് കമ്പയർ ചെയ്തു. രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ദ സെൻട്രൽ മെറ്റഫർ ഓഫ് ദ പോയം ഈസ് ദി സ്റ്റെയർ കേസ്, സിംബലൈസിങ് ലൈഫ്സ് ജേർണി ഫിൽഡ് വിത്ത് സ്ട്രഗിൾസ് ആൻഡ് ഒബ്സ്റ്റിക്കിൾസ്. സ്റ്റെയർ കേസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, മെറ്റഫർ ചെയ്തിരിക്കുന്നത്? അതായത് ജീവിതത്തിലെ പ്രതിസന്ധികളെയും മുന്നോട്ട് പോകുമ്പോഴുള്ള തടസ്സങ്ങളെയൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദ ഫ്രേസ് നോ ക്രിസ്റ്റൽ സ്റ്റെയർ കോൺസ്ട്രാക്ട് an ideal easy life with the mother's challenging reality reinforcing her hardships. അപ്പം നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു ഇവിടെ പറയുന്ന വാക്കുകൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായല്ലോ. ഇവിടെ സെൻട്രൽ മെറ്റഫറായിട്ട് സ്റ്റെയർ കേസിനെ ഇന്നതോടാണ് ഉപമിച്ചിരിക്കുന്നത്, ഇതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് സ്വന്തമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക, ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു പോമിൽ നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അതെന്താണ് പ്രതിപാദിക്കുന്നത്? എന്താണ്? അമ്മയുടെ ജീവിതം അത്രയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. ഒരിക്കലും അതൊരു ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ അതിമനോഹരമായിരുന്നില്ല. എപ്പോഴും അത് മുള്ളുകളും ഒക്കെയുള്ള ഒരു തടസ്സങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ എന്താണ്? ഈ പോമിന്റെ ഒരു പ്രത്യേകതകളാണ്, അല്ലെ? അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ ഒരു മൂന്നാമത്തെ പാരഗ്രാഫിൽ അതിമനോഹരമായിട്ട് എഴുതി വെക്കുക. The poem uses vivid imagery such as tacks, splinters and boards torn up to create a strong mental picture of pain and difficulties. ഇവിടെ ഒരുപാട് ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? ടാക്സ് എന്ന് പറയുന്നുണ്ട്, സ്പ്ലിൻറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്, ബോർഡ്സ് ടോണപ്പ് എന്ന് പറയുന്നുണ്ട്, അതായത് മുള്ളുകൾ, കല്ലുകൾ, ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ എന്താണ്? ഒരു ഇമേജറി അല്ലേ, വിഷ്വൽ ഇമേജസ് അല്ലേ? സോ അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. Then, to create a strong mental picture of pain and difficulties, symbolism is evident throughout, with the staircase symbolizing progress and resilience. Repetition is skillfully used in phrases like "I have been a climbing on" and "life for me ain't been no crystal stair" to emphasize persistence and the mother's message. ഒന്നുമില്ല ഇവിടെ. നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷ് വാക്കുകൾ കേൾക്കുമ്പം എനിക്ക് തന്നെ കൺഫ്യൂസ് ആവും. പക്ഷെ സിമ്പിളാണ് കാര്യം, ഡയറക്റ്റ്ലി സിമ്പിളാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പല വാക്കുകളും പലതിനോടും സിംബലൈസ് ചെയ്തിട്ടുണ്ട്, എന്താണ്? ഉപമിച്ചിട്ടുണ്ട്. ഓക്കെയാണ്? അതിനെയാണ് സിംബോളിസം എന്ന് പറയുന്നത്. സിംബോളിസം ഈസ് എവിഡന്റ് ത്രൂ ഔട്ട്, വിത്ത് ദ സ്റ്റെയർ കേസ് സിംബോളൈസിങ് പ്രോഗ്രസ് ആൻഡ് റെസൈലൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിനെ തന്നെ ഒന്നും കൂടി പോളിഷ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അവതരിപ്പിക്കുകയാണ്. സിംബോളിസം നടത്തിയിട്ടുണ്ട് ഇവിടെ. എന്തിനെ? സ്റ്റെയർ കേസിനെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ആയിട്ട് സിംബലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞാൽ ജീവിതമാണോ? അല്ലെ? രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ സ്റ്റെയർ കേസിനെ ഇതിനെ എന്തിനോട് ഉപമിച്ചു? ജീവിതത്തിലെ ബുദ്ധിമുട്ടും അങ്ങനെ അതിനെയൊക്കെ പ്രതിസന്ധികളിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനെയൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്.
ഓക്കെ, റിപ്പിറ്റേഷൻ ഈസ് സ്കിൽഫുള്ളി യൂസ്ഡ് ഇൻ ഫ്രേസസ് ലൈക്ക് ഒന്നുമില്ല. അതായത് ഈ ലൈന് നിങ്ങൾ നോക്കുക, ഐ ഹാവ് ബീൻ എ ക്ലൈംബിങ് ഓൺ, അതേപോലെ തന്നെ ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ഇതെന്ന് പറഞ്ഞാൽ പോയത്തിലുടനീളം ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഇത് മനസ്സിലാക്കാൻ വല്ല പാടുണ്ടോ? ഇല്ല. ഈ രണ്ട് ലൈൻസ് പോമിൽ ഇടയ്ക്കിടെയായിട്ട് ആവർത്തിച്ചു വരുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിപ്പിറ്റേഷൻ ഈസ് സ്കിൽഫുള്ളി യൂസ്ഡ് ഇൻ ഫ്രേസസ് ലൈക്ക് I have been a climbing on and life for me ain't been no crystal stair to emphasize persistence and the mother's message. ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിരിക്കുന്നത്? കാരണം ഇത് വായിക്കുന്ന ആൾക്കാർക്ക് അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവണം അല്ലെ. എൻ്റെ ജീവിതം ഒരിക്കലും ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല എന്നിങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ഐഡിയാസ് തരുന്ന ആ ഒരു ലൈനാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. Okay, the poem is written in free verse with no fixed rhyme scheme, reflecting the unpredictability of life. മക്കൾ, ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വാക്കുകൾ കേട്ട് ഒന്നും പേടിക്കേണ്ട. ഞാൻ ഒരിക്കൽ കൂടി അവസാനം ഇതൊന്ന് ഒന്നും കൂടി വളരെ സിമ്പിളായിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു തരും അവസാനം. ഓക്കെ, സോ ആരും കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ദി പോയം ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. എന്താ ഈ ഫ്രീ വേഴ്സ് എന്ന് വെച്ചാൽ, അതായത് ഒന്നുമില്ല, തോന്നിയ പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു റൈമിങ് സ്കീമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു ഓർഡർ ഒന്നുമില്ല, തോന്നിയ പോലെ അങ്ങ് എഴുതി വെച്ചേക്കാണ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് ഈ ലൈൻ്റെ മീനിങ്. ദ പോയം ഈസ് ഇൻ ഫ്രീ വേഴ്സ് വിത്ത് നോ ഫിക്സ്ഡ് റൈം സ്കീം, റിഫ്ലക്റ്റിംഗ് ദി അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ്. ഹ്യൂജസ് ഓൾസോ യൂസസ് കൊളോക്വൽ ലാംഗ്വേജ് ആൻഡ് ഡയലക്ട്. എന്താ ഈ കൊളോക്വൽ ലാംഗ്വേജ് ആൻഡ് ഡയലക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിലൊക്കെയാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. നോക്ക്, ISE എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അത്? ഒരു ഹൈഫൺ ക്ലൈംബ് IN, എന്താ ഇത്? ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാണ്. മനസ്സിലായല്ലോ? ഇത് മനസ്സിലാക്കാൻ എന്തും പാടുണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. അതിനൊരു പ്രത്യേകം പേര് കൊടുത്തന്നേ ഉള്ളൂ. കൊളോക്വൽ ലാംഗ്വേജ് ആൻഡ് ഡയലക്ട് എന്നൊക്കെ കൊടുത്തന്നേ ഉള്ളൂ. അതായത് ഇവിടെ ഐ ഹാവ് എന്ന് പറയേണ്ട പകരം ISE എന്ന് കൊടുത്തത് എന്തുകൊണ്ടാ? കാരണം ഇത് എന്ന് പറയുന്നത് ഈ ഡയലക്റ്റിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഇപ്പം നിങ്ങൾ നോക്കുക, എന്തുട്ടാ, എങ്ങട്ടാ എന്നൊക്കെ ചിലവർ പറയില്ലേ, അത് മലയാളം തന്നെയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ആൾക്കാർ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഇപ്പൊ കണ്ണൂരിലാണെങ്കിൽ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്ന കാര്യം എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? അത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ സംസാരിക്കുന്നത് എന്ന് കരുതി മലയാളം തന്നെയല്ലേ? ആണ്. അങ്ങനെയുള്ള ലാംഗ്വേജസിനെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടം ആൾക്കാർ സംസാരിക്കുന്ന ദിവസം ഉപയോഗിക്കുന്ന വാക്കുകൾ. ഓക്കെ, സോ അങ്ങനെ അവരുടെ അമ്മയുടെ സ്ഥലത്ത് ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്തെന്ന് പറയുന്നത് ISE, എ ക്ലൈംബിൻ എന്നൊക്കെയുള്ള കാര്യം. അതെന്താ മീൻ ചെയ്യുന്നത്? ഐ ഹാവ് ആൻഡ് എ ക്ലൈംബിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതിനെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. ടു മേക്ക് ദി മദേഴ്സ് വോയിസ് ഓത്തന്റിക് ആൻഡ് റിലേറ്റബിൾ. ഇത് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നത്? അതായത് നോർമലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കുറച്ചും കൂടി ഒന്ന് തൻ്റെ ബുദ്ധിമുട്ടുകൾ തൻ്റെ മകനോട് പറയുന്ന കാര്യമല്ലേ. അമ്മ മകനോട് പറയുമ്പം ഞാനിപ്പം എൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ ഞാൻ നോർമലായിട്ടല്ലേ സംസാരിക്കുക. ഞാൻ പകരം അച്ചടി ഭാഷയിൽ അമ്മേ, എനിക്കിന്ന് അമ്മയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു എന്നാണ് പറയാം. അല്ല, ഞാൻ എൻ്റെ സാധാ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കുക. അത്രേ ഇവിടെയുള്ളൂ. ഓക്കെ, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാം. ദ ടോൺ ഈസ് ബോത്ത് ഡിഡാക്റ്റിക് ആൻഡ് എൻകറേജിങ് ആസ് ദ മദർ ലവിംഗ്ലി ഇംപാർട്സ് വിസ്ഡം ടു ഹെർ സൺ. ഇവിടെ നിങ്ങൾ നോക്കുക, എന്താ ഈ പോമിൻ്റെ ടോൺ എന്ന് പറയുന്നത്? ഈസ് ബോത്ത് ഡിഡാക്റ്റിക് ആൻഡ് എൻകറേജിങ്. മക്കൾ, നിങ്ങൾക്ക് ഈ വാക്ക് പ്രയാസം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ. വാക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഞാൻ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ, അതെങ്കിലും എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? ഇവിടെ ഇതിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് ഈ പോം എങ്ങനെയാണ് അമ്മ തൻ്റെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ ജീവിതത്തിൽ ഇന്ന പ്രതിസന്ധികളൊക്കെ വരാം, അതിനെയൊക്കെ നീ തരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അമ്മ പഠിപ്പിക്കുന്ന രീതിയിലല്ലേ ഈ ഒരു പോം മുന്നോട്ട് പോകുന്നത്. അതിനെയാണ് ദ ടോൺ ഈസ് ബോത്ത് ഡിഡാക്റ്റിംഗ് ആൻഡ് എൻകറേജിങ്. അതോടൊപ്പം തന്നെ മകനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു പോം പോകുന്നത്. ഓക്കെ, ആസ് ദ മദർ ലവിംഗ്ലി ഇംപാർട്സ് വിസ്ഡം ടു ഹെർ സൺ. These devices work together to deliver a powerful message of പെർസെവറൻസ് ആൻഡ് ഹോപ്പ്. ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ പോയറ്റിക് ഡിവൈസസും ഒക്കെ കൂടിയിട്ട് ഈ ഒരു പോം അതിശക്തമായിട്ടുള്ള ഒരു പോമായി മാറുന്നു. ഈ ഒരു പോം എന്താണ്? എല്ലാ കുട്ടികൾക്കും പ്രചോദനമാകുന്നു, ഒരുപാട് ഹോപ്പ് നൽകുന്നു, പ്രതീക്ഷ നൽകുന്ന ഒരു പോമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് അങ്ങ് തള്ളി എഴുതി വെക്കുക അല്ലെ. ഒരുപാട് ഉപദേശം തരുന്നു, നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ആവശ്യമായിട്ടുള്ള പോമാണ് ഇത്. എന്നിട്ട് വേണമെങ്കിൽ സമകാലിക പ്രസക്തി കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഈ ഒരു പോം. അവസാനം അതുകൂടി ഉൾപ്പെടുത്തിക്കോളൂ. നമ്മൾ എന്താണ്
മറ്റുള്ള കുട്ടികളിൽ നിന്ന് നമ്മുടെ ആൻസർ ഷീറ്റ് ഇങ്ങനെ വേറിട്ട് നിൽക്കണം, നമുക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ എന്തുകൂടി ഉൾപ്പെടുത്തുക, സമകാലിക പ്രസക്തി കൂടി ഉൾപ്പെടുത്തിക്കോളൂ. ഇൻ ദിസ് എന്താണ് ഈ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള പോമിന്റെ ആവശ്യം അത്യാവശ്യം തന്നെയാണ്. അമ്മയുടെ ഉപദേശങ്ങൾ അത്രയേറെ വിലപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ? സോ ആ മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു മൂന്നാമത്തെ പാരഗ്രാഫ് ആയിരിക്കും കുറച്ചും കൂടി ഒന്ന് പ്രയാസമായിട്ട് ചിലപ്പോഴും തോന്നിയിട്ടുണ്ടാവുക. അത് ഞാൻ ഒരിക്കലും കൂടി ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒന്നുമില്ല, ഈ ഒരു പോമിൽ സെൻട്രൽ മെറ്റഫർ ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് എന്താണ് സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസ് എന്തിനോടാണ് പ്രതിപാദിക്കുന്നത്? അമ്മയുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രേനെയൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്നൊക്കെ പറഞ്ഞ് എന്തിനെയാണ് അത് ഉപമിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് എന്തിനാണ്? അതായത് അമ്മയുടെ ജീവിതം എപ്പോഴും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു, ഒരിക്കലും ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ? പിന്നെ ഈ ഒരു പോമിൽ ഒരുപാട് ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ടാക്സ്, സ്പ്ലിൻഡേഴ്സ്, ബോർഡ്സ്, ടോണപ്പ് എന്നൊക്കെ പറയുന്ന, അതായത് മുള്ളുകൾ, അത് ഇത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതെന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എഴുതുക. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സിംബോളിസം ഉണ്ട്. എന്താണത്? അതായത് സ്റ്റെയർ കേസിനെ പ്രോഗ്രസ്, റിസൈലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സിംബോളൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ 2 ലൈൻസ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഐ ഹാവ് ബീൻ എ ക്ലൈംബിൻ ഓൺ, അതേപോലെ തന്നെ ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്ന ലൈൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിനെ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഈ ഒരു പോമിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊളോക്കിയൽ ലാംഗ്വേജ് ആൻഡ് ഡയലക്റ്റ് ആണ്. അതായത് ഒന്നുമില്ല, സാധാ അവരുടെ നാട്ടിൻപുറങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് നിങ്ങൾ കൃത്യം ഓർമ്മിക്കുക, ഡയലക്റ്റ്, കൊളോക്കിയൽ ലാംഗ്വേജ് ആൻഡ് ഡയലക്റ്റ്. അത് പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ ആണ്? ദെൻ പിന്നെയുള്ളതാണ് ഈ ഒരു പോമിന്റെ ടോൺ എന്ന് പറയുന്നത് എന്താണ്? അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചിങ്, അതിനെ റെപ്രസെന്റ് ചെയ്ത വാക്കാണ് ഡിഡാക്റ്റിക് എന്ന് പറയുന്നത്. ദ ടോൺ ഈസ് ബോത്ത് ഡിഡാക്റ്റിക് ആൻഡ് എൻകറേജിങ്. ഓക്കെ, സോ ഡിഡാക്റ്റിക് എന്ന് വെച്ചാൽ ടീച്ചിങ് എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ വളരെ പ്രചോദിപ്പിക്കുന്ന ഒരു ടോണിലാണ് ഈ ഒരു പോം മുന്നോട്ട് പോകുന്നത്. കൂടാണ്ട് പിന്നെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? അതായത് ഈ ഒരു പോം വളരെയധികം പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. ഒരുപാട് സമൂഹത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പോമാണ്. ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങളാണ് അമ്മ നൽകിയത്. ഇങ്ങനെയുള്ള ഉപദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത്. ലൈഫ് എപ്പോഴും നല്ലതായിരിക്കില്ല. അവിടെ സങ്കടങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, അവിടെ പ്രതിസന്ധികളുണ്ടാവും, സന്തോഷം ഉണ്ടാവും. നമ്മൾ ഒരിക്കലും വഴികൾ അവസാനിക്കുന്നില്ല. അവിടെ ഒരു വഴി അവസാനിക്കുമ്പോഴും മറ്റൊരു വഴി നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരും എന്നൊക്കെ ഇങ്ങനെ എഴുതുക മാർക്കിനനുസരിച്ചിട്ട്. ഓക്കെ ആണല്ലോ? സോ അപ്പോൾ ഈ ഒരു പോം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലാവാത്ത കുട്ടികൾക്കായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഒരിക്കൽ കൂടി ഇതിനെ ഇനിയും സിമ്പിളാക്കിയിട്ട് പറയാം. സോ ഈ ഒരു പോം ബൈഹാർട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഈ ഒരു പോമിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ പോം എന്ന് പറയുന്നത് മോണോലോഗ് ആണെന്ന് കൂടി ഓർക്കുക. അതായത് മോണോലോഗ് എന്ന് വെച്ചാൽ എന്താണ്? അമ്മ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്, മകൻ സംസാരിക്കുന്നില്ല. ഓക്കെ, സോ ഡയലോഗ് എന്ന് വെച്ചാൽ 2 ആൾ സംസാരിക്കുന്നത്, മോണോലോഗ് എന്ന് വെച്ചാൽ ഒരാൾ സംസാരിക്കുന്നത്. ഇവിടെ അമ്മ മാത്രമാണ് സംസാരിക്കുന്നത് എന്നോർക്കുക. പിന്നെ പോമിന്റെ പേര് കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ആരാണ് എഴുതിയത് എന്ന് കൂടി ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോമിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.